ഹലോ ഗായ്സ്, നമുക്ക് അച്ഛൻ്റെ പെട്ടി അൺബോക്സ് ചെയ്യാം. അച്ഛൻ വന്നിട്ട് കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ അത് പൊട്ടിച്ചു. കാരണം അച്ഛൻ ഒന്നും അറിയാതെ പറഞ്ഞു പോയി അതിനകത്ത് തോക്കുണ്ടെന്ന്. അതുകൊണ്ട് അടുത്ത് നിൽക്കുന്നില്ല സാധനം അച്ഛനെ കൊണ്ട് നിപ്പാലെയാണ് അത് തുറക്കുന്നത്. പക്ഷെ അത് അടിയിലായിരുന്നു. അത് കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് നമുക്ക് ബാക്കി തുറക്കാമെന്ന് എഴുതിയിട്ടാണ് ഞങ്ങളിരുന്നത്. ഇത് കുറേ നല്ല പാടായിരുന്നു. അച്ഛനാണെങ്കിൽ ഈ കമ്പിളി പുതപ്പിൻ്റെ അകത്താണ് എല്ലാം ഇട്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ ഓരോന്നോരോന്ന് എടുക്കുകയാണ്. എല്ലാ വട്ടം കൊണ്ടുവരുന്നതിനെക്കാളും കുറവ് സാധനങ്ങളാണ് ഈ വട്ടം കൊണ്ടുവന്നത്. നല്ല കുറവായിരുന്നു. നമുക്ക് ഒരു 3-4 പാൻറ് ഉണ്ടായിരുന്നു. അതായത് പലോസപ്പാൻ്റെ വീട്ടിൽ ഇരുന്ന പാൻറ് ഉണ്ടായിരുന്നു, ടാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഓരോന്ന്. അതൊക്കെയാണ് കൊണ്ടുവന്നത്. പിന്നെ മിഠായി മാത്രമേ ഉണ്ടായിരുന്നു നല്ലപോലെ. പിന്നെ ഈ ഒരു ഗ്ലാസ് ബൗൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല സെർവ് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ ആ നൈറ്റ് ഉണ്ടോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ എടുത്തു. അത് വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്നിട്ട് ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ്. അത് വഴിയേ ചെയ്യണം. ബാക്കി കുറേ നൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്കൊക്കെ. പിന്നെ കുറേ സോപ്പുകൾ, പിന്നെ അല്ലറച്ചിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോപ്പ്, സ്പ്രേ, പിന്നെ ഇങ്ങനത്തെ ടേപ്പ്. ഇതൊക്കെ അച്ഛൻ എല്ലാ വട്ടവും തോന്നി കൊണ്ടുപോയി. ഈ ടേപ്പ് അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് കുടഞ്ഞ ആ കമ്പിളി മാറ്റി വെച്ചു. എന്നിട്ട് രണ്ടാമത്തെ പെട്ടി പൊട്ടിച്ചു. ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ, അതായത് ഡ്രസ്സും പിന്നെ ഇങ്ങനത്തെ കുറച്ചതൊക്കെയാണ് ഉണ്ടായിരുന്നത്. മിഠായിക്ക് ഇതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്തും സെയിം ഇതണക്ക് തന്നെ കമ്പിളി പുതപ്പിനകത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് തുറന്നപ്പോൾ ആദ്യം തന്നെ ആ ഒരു പുതപ്പാണ് വന്നത്. നല്ല കളർ, നല്ലൊരു ബ്രൈറ്റ് വയലറ്റ് കളർ ബെഡ്ഷീറ്റ് ആയിരുന്നു. അച്ഛൻ അവിടെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ കുറേ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഈ ബെഡ്ഷീറ്റ് ഉണ്ടോ, അച്ഛൻ ബെഡ്ഷീറ്റ് ആണെന്നും പറഞ്ഞ് മേടിച്ചതാണ്. പക്ഷേ അത് ബെഡിൻ്റെ കവറായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പങ്കുവെക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ നെയ്ബേഴ്സിനും ഒക്കെ കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് ഞാൻ ആ പേപ്പറിനകത്ത് പേര് എഴുതിയിട്ടുണ്ട്, ആർക്കൊക്കെയാണെന്നൊക്കെ രീതിയിൽ. അറിയത്തില്ല, മേടിച്ചിരുന്നു, ഞാൻ വെക്കുന്നു, അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഇതിനകത്ത് എല്ലാം ഒന്നും വെച്ചിട്ടില്ല, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പങ്കുവെക്കലായിരുന്നു ബാക്കി പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.